ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നതാ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഈവനിങ് ടു നൈറ്റ് വ്ളോഗാണ്. അപ്പോൾ ഇന്ന് മീനൊക്കെ ഉള്ള ദിവസമായിരുന്നു. ഒക്കെ മീൻ കൊണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്ത പണി എന്ന് പറയുമ്പോൾ മീൻ വണ്ടി കഴുകലായിരിക്കും. സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. ഇക്കാൻ്റെ കൂടെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മൊത്തം എൻ്റെ തലയിലായി. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ആൾ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. സോ അതിൻ്റെ ചെറിയൊരു ഭാഗം നമ്മളും കൂടി കഷ്ടപ്പെടുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മളത് ഇഷ്ടപ്പെട്ട് തന്നെ ഉണ്ട്. പക്ഷേ നമുക്കൊരു വലിയൊരു എന്താ പറയുക, വലിയൊരു പണിയായിട്ടൊന്നും തോന്നാറില്ല. എന്താ പറയുക, നമുക്ക് വേണ്ടി തന്നെയാണല്ലോ കഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു. പിന്നെ ചില ദിവസങ്ങളിലൊക്കെ ഒരു ഇതുണ്ടാവും കേട്ടോ, മീൻസ് വയ്യാണ്ടിരിക്കുന്ന ടൈമിലും പീരിയഡ്സ് ടൈമിലും അപ്പോഴൊക്കെ ചിലപ്പോൾ മടിയൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴൊക്കെ ചെറിയൊരു ഇതൊക്കെ തോന്നും. പിന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. അങ്ങനെ മീൻവണ്ടിയും കാര്യങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു പെട്ടിയൊക്കെ കയറ്റി വെച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇറങ്ങാറുള്ളത്. പിന്നെ ഇതാ ലാസ്റ്റ് ഷാമ്പുവും കാര്യങ്ങളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ അടിച്ച് കഴുകി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് വന്നപ്പോഴാണ് ഇതാ ഈ ഒരു മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇത് സിൽവർ ആവോലിനോ അങ്ങനെ എന്താണ് പേരെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പം ഇത് സാധാരണ ഇങ്ങനത്തെ മീനൊക്കെ കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവരാറുള്ളത്. സോ നമുക്ക് അങ്ങനത്തെ ഒരു കട്ടിങ്ങിന് ഉള്ളതൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. ആൾ കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവരാറുള്ളത്. ഇങ്ങനെ വലിയ മീനൊക്കെ കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവരിക. പക്ഷേ ഇപ്പോൾ ആളെ കയ്യിൽ മുറിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ കൊണ്ടുവന്നത്. സംഭവം ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഇതിൻ്റെ മേലത്തെയും അടിയത്തെയും ഉള്ളിന്ന് ഇങ്ങനെ ചെത്തിക്കളഞ്ഞിട്ട് ചെമ്പല്ലിൻ്റെയൊക്കെ നമ്മൾ ചെയ്യുമല്ലോ, അടിയിലും മേലെയും ചെത്തിക്കളഞ്ഞിട്ട് പിന്നെ ആ തോലും ഇങ്ങോട്ട് വലിച്ച് ഊരിയെടുത്താൽ മതി. ഭയങ്കര സിമ്പിളാണ്. പക്ഷേ നമ്മുടെ കത്ത് ഒരു ബ്ലൗസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു മണിക്കൂർ ഞാൻ കഷ്ടപ്പെട്ടു. പിന്നെ ഇക്ക വന്നിട്ട് ഇക്കയാണ് ശരിയാക്കി തന്നു കേട്ടോ. അങ്ങനെ ഇതാ സിറ്റൗട്ടിൽ പോയി നോക്കിയപ്പോൾ മക്കൾ ഇവിടെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അവരെ മിസ്സിന് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കാർഡും എന്തൊക്കെയൊക്കെ പെയിൻറ്റ് ചെയ്യണമൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഇലയുണ്ടല്ലോ, ഇത് നമ്മുടെ മുറിയൊക്കെ മാറാനുള്ളൊരു ഇലയാണ് കേട്ടോ. ഇതിങ്ങനെ കയ്യിൽ വെച്ച് ഇങ്ങനെ ഞെരടി കഴിഞ്ഞാൽ ഒരു വയലറ്റ് കളർ ഇങ്ങനെ വെള്ളം വരും. ആ വെള്ളം നമ്മൾ മുറിയൊക്കെ കയ്യിലിപ്പോൾ പെട്ടെന്ന് ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മാറും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു തൈ ഇക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നട്ടു വെച്ചിട്ടുണ്ട്. രാത്രിയായി. ഇതിപ്പോൾ വെള്ളിയാഴ്ചത്തെയാണ് കേട്ടോ. അതുകൊണ്ട് ഇനി നാളെ സ്കൂളില്ലാത്തതുകൊണ്ട് ഇന്ന് അങ്ങനെ ഇതിലും പഠിക്കാനൊന്നും നിന്നിട്ടില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഇരിക്കുകയായിരിക്കും കേട്ടോ ഈ ഒരു ടൈമിലൊക്കെ. അപ്പോഴത്തേക്ക് ഇതാ ഈ ഒരു പട്ടി നമ്മളിവിടെ ഉള്ളതാണ് കേട്ടോ. പാവാണ്, ആൾ കടിക്കൊന്നുമില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ ഫാത്തുക്കുട്ടി എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നുണ്ട്. അതാണ് ഇങ്ങനെ വാലാട്ടിയും കൊണ്ട് ചെവിയോർത്തിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾ എന്തൊക്കെയോ ഇട്ട് കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ രാത്രി നമുക്ക് കഴിക്കാൻ ചപ്പാത്തി ഉണ്ട്, പിന്നെ മീൻ പൊരിക്കാനുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ നന്നാക്കിയ മീനുണ്ടല്ലോ, അത് മസാല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് പൊരിക്കണം. പിന്നെ ഇതാ കുടംപുളി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക് വന്നപ്പോൾ ഒന്ന് കുടംപുളി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മീൻകറിയിൽ കുടംപുളി ഇട്ടിട്ടാണ് വെക്കാറുള്ളത്. ഇനിയിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ പുളി ഇടും കേട്ടോ. കുടംപുളി എന്ന് പറയുന്നത് ഇതാണ് സംഭവം. എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ചില ആൾക്കാരൊക്കെ നമ്മൾ വാളംപുളി തന്നെയാണ് മീൻകറിയിലൊക്കെ ഇടാറുള്ളത്. പക്ഷേ നമ്മളിവിടെ മീൻകറിയിൽ കുടംപുളിയാണ് കേട്ടോ ഇടാറുള്ളത്. പുളി ഒഴിച്ചിട്ട് നമ്മൾ വെക്കും. പക്ഷേ ഇതാണ് എനിക്കൊന്നും കൂടി ഇഷ്ടം കേട്ടോ. അങ്ങനെ അത് ഒരു ബോട്ടിലെടുത്തിട്ട് ഞാനൊന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാക്കി വെക്കുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളത് അങ്ങനെ കവർ കെട്ടിയിട്ട് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെയൊക്കെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ അതെടുത്ത് വെച്ചു. പിന്നെ ഇതാ മുട്ടയും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇന്നലെ വാങ്ങിച്ചതാണ്, ഇന്നലെ എടുത്ത് വെക്കാൻ പറ്റിയില്ല. അങ്ങനെ അതും കൂടി ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അത് ആ മുട്ടയും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മീനില്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും മുട്ട പൊരിക്കും. അതുകൊണ്ട് മുട്ടയ്ക്ക് ഇവിടെ നല്ല ചിലവാണ് കേട്ടോ. ഇനിക്കാക്കൊക്കെ രാത്രി വെറുതെ ബുൾസൈ ഒരു കഴിക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മക്കൾക്ക് വേണ്ടി വരും. അങ്ങനെ ഒറ്റയടിക്ക് 5-6 മുട്ടയൊക്കെ തീരും. അതുകൊണ്ട് മുട്ട എപ്പോഴും ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ ഇന്ന് മഴ ചാറിപ്പോൾ പെട്ടെന്ന് തുണികൾ കൊണ്ടുവന്ന് മേലെ കൊണ്ടുവന്ന് ഇട്ടതായിരുന്നു. അപ്പോൾ അവിടെ ഉണങ്ങിയ തുണികളൊക്കെ എടുത്തിട്ടു. പിന്നെ നമ്മൾ ഇന്ന് കൊണ്ടുവന്ന തുണികളൊക്കെ മെല്ലെ അവിടെ ഇട്ടു. ചെറിയ നനവുള്ള തുണികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഇവിടെ കിടക്കുമ്പോഴത്തേക്കും അത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം. കാറ്റൊന്നും അധികം തട്ടൂല, പക്ഷെ എന്നാലും ഉണങ്ങും കേട്ടോ. പിന്നെ നമ്മൾ വേറെ വീട്ടിൻ്റെ ഉള്ളിലൊന്നും നമ്മൾ വേറെ അഴയൊന്നും കെട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ തിരുമ്പിടാൻ അന്ന് നമ്മൾ പുറത്ത് സൺസൈഡിൽ ഇടും. പിന്നെ പിറ്റേ ദിവസം തിരുമ്പുമ്പോൾ ആ തുണികൾ ഇവിടെ കൊണ്ടുവന്നിടും. അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. വെയിലൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ഉണങ്ങി കിട്ടുകയും ചെയ്യും. നല്ല വെയിൽ തട്ടും കേട്ടോ നമ്മളെ സൈഡിലൊക്കെ.
പിന്നെ ഇതാ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ലാസ്റ്റ് ഇതാ നമ്മുടെ ഫൈസിക്കുട്ടിയാണ് കേട്ടോ ചുട്ടത്. അതുകൊണ്ടാണ് അതങ്ങനെ കരിഞ്ഞിരിക്കുന്നത് കേട്ടോ. ലാസ്റ്റ് ചൂടാൻ ഇവിടെ രണ്ടുപേരും ഭയങ്കര അടിയായിരുന്നു. പിന്നെ ഇതാ അടുപ്പിൽ തന്നെ മീനും കൂടി പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മീൻ പൊരിക്കുമ്പോൾ ഇതേപോലെ ചെറിയൊരു റിങ് ഉണ്ട് കേട്ടോ, അതും കൂടി വെക്കണം ചെറിയ ചട്ടിയൊക്കെ വെക്കുമ്പോൾ. അപ്പോൾ അതും കൂടി വെച്ചിട്ട് ആ മീനും എല്ലാം ആവുന്നുണ്ട്. പിന്നെ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു വാങ്ങിച്ചിട്ട് 2-3 ദിവസമായി. അത് നമ്മളൊന്നാമത് ക്യാരറ്റ് ഇവിടെ ഉപ്പേരി വെച്ചാലും സാമ്പാറിലിട്ടാലൊന്നും ആർക്കും ക്യാരറ്റ് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഞാൻ വെറുതെ കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ ഉപ്പേരി വെച്ചാൽ എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് പിന്നെ ഞാനാണല്ലോ ഒന്നാമത് ഉപ്പേരിൻ്റെയും ഇതിൻ്റെയൊക്കെ ആള്, അതുകൊണ്ട് വെക്കാറില്ല, അങ്ങോട്ട് ചിലവാവില്ല. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ഉപ്പിലിടാന്ന് വെച്ചിട്ട് അതങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടാൽ പിന്നെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെറുതെ കഴിക്കാനും. പിന്നെ ചോറിൻ്റെ കൂടെയൊക്കെ ഉച്ചയ്ക്ക് നമുക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാനും നല്ലതാണല്ലോ. പിന്നെ ഇതാ കിടക്കാൻ നേരത്ത് പിന്നെ ഓർമ്മ വന്നത് നാളത്തേക്കുള്ള മാവിന് അരി ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ എപ്പോഴും മറക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും കിടക്കാൻ നേരത്ത് ഓർമ്മ വന്നു. അപ്പോൾ എന്തായാലും വേഗം നമ്മുടെ അരി ഉഴുന്നും ഒന്ന് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ചോറ് വീഴുമ്പോൾ അരച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരത്തേക്കും പിറ്റേ ദിവസത്തിനും 2 ദിവസത്തിനൊക്കെ എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാല്ലാ. ടാറ്റാ ബൈ ബൈ. അസ്സലാമു അലൈക്കും.